ഏവർക്കും സ്വാഗതം. നമ്മുടെ ധാരണയിൽ, സങ്കല്പത്തിൽ നാം ഏവരും വിശ്വാസികളാണ്. കടുത്ത വിശ്വാസികളാണ്, കറയറ്റ വിശ്വാസികളാണ്. എന്നാൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, വിശ്വാസം എന്നാൽ എന്താണ്, അല്ലെങ്കിൽ താൻ വിശ്വാസിയാണെന്ന് പറയുന്നല്ലോ, ആ അവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല, ഒന്ന് മനസ്സിലാക്കി തരാമോ എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? ഇതാണ് ഈ വീഡിയോയുടെ ഒരു ചിന്ത, വേണമെങ്കിൽ ചിന്താഭാരം എന്ന് പറഞ്ഞോളൂ. ഏതായാലും ഈ ഒരു വിഷയത്തെപ്പറ്റി ചില അടിസ്ഥാന കാര്യങ്ങൾ ഏറ്റവും ലളിതമായി ഒന്ന് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കട്ടെ. വിശ്വാസത്തെപ്പറ്റി വേദപുസ്തകത്തിലാകട്ടെ അതിന് വെളിയിലാകട്ടെ നമുക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും മഹനീയമായ അർത്ഥവത്തായ ഒരു നിർവചനമാണ് എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും തന്നെ. വളരെ ഉറപ്പിച്ചാണ് പറയുന്നത്, തന്നെ. അത് തന്നെയാണ്, അല്പം പോലും സംശയമില്ല. ഇതല്ലാതെ മറ്റൊരു കാഴ്ചപ്പാട് ഇത് സംബന്ധമായി സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു നിർവചനം നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ വാക്യം കാണാപ്പാടെ അറിയാമെങ്കിലും അതിൻ്റെ അർത്ഥത്തെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല എന്നത് തന്നെയാണ്. എന്ന് മാത്രവുമല്ല, ഇതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം പോലുമില്ല. കാരണം നമ്മുടെ ഇടയിൽ അറിവും വിശ്വാസവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്നുള്ള വളരെ അപകടമേറിയ ധാരണയാണ് എക്കാലത്തും പരത്തിയിട്ടുള്ളത്. അതാണ് നാം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ആത്മീകമായ ആശയത്തെ അല്പ ആഴത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കുന്നതിൽ പൈശാചികതയുണ്ട് എന്ന് ധരിക്കുന്ന ആളുകളാണ് നമ്മുടെ മധ്യത്തിൽ കൂടുതലും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ, എനിക്ക് പുരോഹിത വർഗത്തോട് ഏതാണ്ട് കുലശത്രുതയുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തിരിയുന്നു. ഒരു കാര്യം നിങ്ങൾ എന്നോട് കൂടെ യോജിക്കും, സമ്മതിക്കും. ഇങ്ങനെയുള്ള കാതല വിഷയങ്ങളെപ്പറ്റി പ്രാഥമികമായ അറിവുകൾ പോലും പ്രാപിക്കുവാൻ നമ്മുടെ ഇടയിൽ ക്രമീകരണങ്ങളില്ല, അവസരങ്ങളില്ല, പ്രൊവിഷൻസ് ഇല്ല. എന്ന് മാത്രവുമല്ല, അതിനെ കൂടുതൽ വഷളാക്കിക്കൊണ്ട് അതറിയാനുള്ള താല്പര്യവും വ്യഗ്രതയും നമ്മുടെ ഇടയിൽ നന്നേ കുറവാണ് എന്നുകൂടെ തിരിച്ചറിയണം എന്ന് ഞാൻ വിനീതമായി ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് ഈ ഒരു നിർവചനത്തെ മാത്രം കേന്ദ്രീകരിച്ച് വിശ്വാസം എന്നാൽ എന്താണ് എന്ന് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളെ അതിജീവിച്ചുകൊണ്ട് ചില ആഴമേറിയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും തന്നെ. ഈ ഒരു നിർവചനം നാം കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ പൊന്തി വരേണ്ടത്, മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത്, സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ, ജീവിത ദർശനത്തിൽ, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന വിധത്തിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യവും കൽപ്പിക്കുന്നില്ല, ഒരു അർത്ഥവും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കട്ടെ. നമുക്ക് ഏവർക്കും ഇന്ന കാര്യം ശരിയാണ്, യാഥാർത്ഥ്യമാണ്, ഇന്ന കാര്യം അയാഥാർത്ഥ്യമാണ്, ഇന്ന കാര്യം സാധ്യമാണ്, ഇന്ന കാര്യം അസാധ്യമാണ്, ഇന്ന കാര്യം വിശ്വസനീയമാണ്, ഇന്ന കാര്യം അവിശ്വസനീയമാണ്. ഇങ്ങനെ സങ്കല്പമുണ്ട്. എന്നാൽ ഈ സങ്കല്പങ്ങൾ നാം എങ്ങനെയാണ് പ്രാപിച്ചത് എന്നതിനെ പറ്റി നമുക്ക് യാതൊരു ബോധ്യവുമില്ല. ഇത്
കാലാകാലങ്ങളിൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടതും, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മുടെ മതപരമായ പരിശീലനം എന്ന കെയർ ഓഫിൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതുമായ ചില സങ്കല്പങ്ങൾ മാത്രമാണ്. നാം ഒരു വിധത്തിലും ലോക യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിലോ നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ഈ സങ്കല്പങ്ങളെ വിലയിരുത്തുവാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം അങ്ങനെ വിലയിരുത്തുന്നത് ദൈവത്തോട് കാണിക്കുന്ന അധിക്ഷേപമാണ്, മറുതലിപ്പാണ് എന്ന ധാരണയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ഈ ലോകം യാഥാർത്ഥ്യമാണ്. കാരണം നാം കാണുന്നു, കേൾക്കുന്നു, സ്പർശിച്ചു നോക്കുന്നു, രുചിച്ചു നോക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം. കാണുന്നത് അതുകൊണ്ടാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് ഈ കാണുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ധാരണകളോ അത് സംബന്ധിച്ചുള്ള പ്രത്യാശയോ അത്യാഗ്രഹമോ അല്ല എന്ന് പ്രത്യേകം ധരിക്കുക. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, നാം എന്താണ് ആശിക്കുന്നത്? നാം ഈ ലോകസംബന്ധമായ കാര്യങ്ങളെ മാത്രം ആശിക്കാൻ കാര്യം എന്താണ്? ഈ ലോകത്തിന് മാത്രമേ നാം യാഥാർത്ഥ്യം കൽപ്പിക്കുന്നുള്ളൂ എന്നത് തന്നെയാണ്. ഇപ്പോൾ ചൊവ്വയിൽ പോയി എനിക്ക് ഒരു ഉച്ചഭക്ഷണം കഴിക്കണം എന്നാരും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ മറുപുറത്ത് പോയി എനിക്ക് പന്ത് കളിക്കണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അഗാധ ഗർത്തത്തിൽ പോയി എനിക്ക് അവിടെ കൃഷി ചെയ്യണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും നമ്മുടെ മുമ്പിൽ പ്രകടമായതും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്നതും മാനുഷികമായ കഴിവ് കൊണ്ടും സാങ്കേതിക വിജ്ഞാനം കൊണ്ടും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. അത് കുറച്ചുകൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ താക്കോലായ പണത്തിൽ കൂടെ പ്രാപിക്കാവുന്ന സൗകര്യങ്ങൾ, അവസരങ്ങൾ, സുഖ സൗകര്യങ്ങൾ, സമൂഹത്തിലെ അംഗീകാരം, ഇവയെ സംബന്ധിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പം ഇവയെപ്പറ്റി നമുക്ക് ഉറപ്പുണ്ടാകുവാൻ വിശ്വാസം ആവശ്യമല്ല. ഇപ്പോൾ കൃപാസനം പോലെയുള്ള ഇടങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തഴച്ചു വളരുന്ന ദൈവദാസന്മാരെന്ന് പറയുന്ന കാട്ടുകള്ളന്മാരുടെ അടുത്ത് പോകുന്ന ആളുകൾ അവരെന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലാക്കാക്കി അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ യാഥാർത്ഥ്യമായി കണക്കാക്കുന്നത് ഈ ലോകം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ വിലമതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, കാക്ഷിക്കുന്നത് ഈ ലോകത്തിന് ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും അവസരങ്ങളുമാണ്. ആരും ഞങ്ങൾക്ക് വരുവാനുള്ള ലോകത്തിൽ മാഹാത്മ്യത്തോടെ ജീവിക്കുവാനുള്ള വ്യക്തിത്വ സൗന്ദര്യം എനിക്ക് പ്രദാനം ചെയ്യണേ ദേവദാസ, അങ്ങനെ പ്രദാനം ചെയ്താൽ ഞാൻ എൻ്റെ 10% നിനക്ക് തരാം എന്ന് പറഞ്ഞ് ഒരു ആൾദൈവത്തിൻ്റെ അടുത്തോ ഒരു കൃപാസനത്തിലോ ഒരു സ്പിരിറ്റ് ഇൻ ജീസസിലോ പോകുന്നില്ല. അവിടേക്ക് ആളുകൾ ഇരച്ച് കയറുന്നത് മുഴുവനും ഈ ലോകത്തെ സംബന്ധമായി മാത്രമുള്ള ഭൗതികമായ നേട്ടങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള, അർഹിക്കാത്ത ആനുകൂല്യങ്ങളെ മാത്രം ആഗ്രഹിച്ചിട്ടുള്ള, മോഹിക്കരുത് എന്ന് 10 കൽപ്പനയിൽ വ്യക്തമായി പറയുമ്പോൾ അതിനെ തികച്ചും അട്ടിമറിച്ചുകൊണ്ട് മോഹത്തിൻ്റെ ബാഹുല്യത്തിൽ തിരത്തള്ളലിൽ അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന ആളുകൾ മാത്രമാണ്. അവർ വിശ്വാസികളല്ല. വിശ്വാസം എന്നത് അവരുടെ 4 അയലത്തോട് പോകാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോകുന്നത്, വഞ്ചിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകുക. സത്യവിശ്വാസമുള്ള ഒരു വ്യക്തി പോലും ഈ കാട്ടുകള്ളന്മാരുടെ മുമ്പിൽ പോവുകയും അവരുടെ മുൻപിൽ ക്യൂ നിൽക്കുകയും ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആരും വഞ്ചിക്കപ്പെടുകയില്ല.
അവർക്ക് ആത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധി ഉണ്ടായിരിക്കും. കള്ളവും പ്രഹസനവും അവർ തിരിച്ചറിയുകയും വഞ്ചനയിൽ നിന്ന് അവർ സ്വതസിദ്ധമായ അല്ലെങ്കിൽ ആത്മാവ് നൽകുന്ന തിരിച്ചറിവിൻ്റെ ആ കഴിവിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ ഈ ലോകസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി മാത്രമാണെങ്കിൽ ആ ആശ വിശ്വാസത്തോട് ബന്ധമുള്ള ആശയല്ല. അത് 10 കൽപ്പനകളിൽ ഒന്നായ നിങ്ങൾ മോഹിക്കരുത് എന്ന് പറയുന്ന കൽപ്പനയെ തകിടം മറിക്കുന്ന ആശകൾ മാത്രമാണ്. ഇത് ഒരു വിധത്തിലും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ആശയമായതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. ഇനി രണ്ടാമതായി നിർവചനം പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതെന്തുകൊണ്ടാണ് പ്രകാരം പറയേണ്ട ആവശ്യമുള്ളത്? നമുക്ക് നിശ്ചയമുള്ളത് നാം കാണുന്നതിനെയും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നാം തിരിച്ചറിയുന്നതിനെ പറ്റി മാത്രമാണ് നമുക്ക് നിശ്ചയമുള്ളത്. അപ്പോൾ നമ്മളൊരു ആഹാരം രുചിച്ചറിഞ്ഞു, അപ്പോൾ അത് നല്ല ആഹാരമാണ് എന്ന് നമുക്ക് ബോധ്യം വന്നു. അല്ലെങ്കിൽ തിന്നാൻ കൊള്ളാത്ത കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യം വന്നു. ഒരു പഴം അവിടെ ഇരിക്കുന്നു, അടുത്ത് ചെന്നപ്പോൾ നാറുന്നു, അത് തിന്നാൻ കൊള്ളാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവിടെ ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു, അത് പാമ്പല്ല, കറുത്ത കല്ലുകൾ ഉണ്ടാക്കിയൊരു മാലയാണ് എന്ന് പറഞ്ഞ് നമ്മളാരും അതിനെടുത്ത് കഴുത്തിന് ചുറ്റും വെക്കാറില്ല. കാരണം കണ്ടതുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ അപകടം ഒഴിവാക്കാൻ നമുക്ക് കഴിവുണ്ട്. അവിടെ ഒന്നും വിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ്, ഈ കാലത്ത് എല്ലാവർക്കും സാക്ഷ്യം പറയണമല്ലോ. അവർ സാക്ഷ്യം പറയുകയാണ്, ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ പോയതുകൊണ്ട് അവിടുന്ന് പോയി മടങ്ങി വീട്ടിൽ വരവേ കുന്നന്താനത്തുള്ള അല്പം അകലെയുള്ള ആ ഇൻറ്റീരിയറിലുള്ള എൻ്റെ വീട്ടിൽ ഞാൻ നടന്നു പോയപ്പോൾ അവിടെ ഒരു പാമ്പ്, ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അത് കല്ലുകൊണ്ടുള്ള മാലയാണ് എന്ന് ചിന്തിക്കാതെ ഞാൻ അതിനെ മറികടന്ന് വീട്ടിൽ പോയി. അതെൻ്റെ അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് ആരും പറയില്ല. കാരണം അത് കല്ലുമാലയല്ല, മൂർഖൻ പാമ്പാണ് എന്ന് തിരിച്ചറിയാൻ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതുവരെയുള്ള പാമ്പിനെ പറ്റിയുള്ള ധാരണകൾ വെച്ച് അത് കല്ലുമാലയല്ല, പാമ്പാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അല്ല, നിങ്ങൾ പറയുകയാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് വരുന്ന ആളാണ്, അതുകൊണ്ട് കൃപാസനത്തിലെ മാതാവിൻ്റെ കൃപ കൊണ്ട് അവിടെ കിടക്കുന്ന പാമ്പ് നല്ല വിലയുള്ള കല്ലുമാലയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനതുകൊണ്ട് അതെടുത്ത് എൻ്റെ കഴുത്തെ ചുറ്റാൻ പോകാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്തുപോകും. ഇതല്ല വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, ഇതല്ല വിശ്വാസത്തിൻ്റെ ഉദ്ദേശം. പിന്നെ എന്താണ് വിശ്വാസത്തിൻ്റെ ഉദ്ദേശം? ഞാൻ ആദ്യമായി പറഞ്ഞു, ഇതുവരെ വിവരിച്ചത് അതാണ്. ഈ ഭൗതികമായ ലോകത്തിൻ്റെ ദാനങ്ങളും സംഭാവനകളും സാധ്യതകളും തിരിച്ചറിയുവാനുള്ള സ്വതസിദ്ധമായ കഴിവ് നമുക്ക് ഏവർക്കുമുണ്ട്. അവിടെ വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല, യാതൊരു ആവശ്യവുമില്ല. എന്നാൽ അഭൗമമായ സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ തിരിച്ചറിയുവാനോ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ, ഉദാഹരണമായിട്ട് നിത്യത, വരുവാനുള്ള ലോകം, പരിശുദ്ധാത്മാവ്, വേണ്ട സ്നേഹം. ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. സ്നേഹമെന്ന് പറയുന്ന ഈ വലിയ മൂല്യത്തെ അതിൻ്റെ ആബ്സ്ട്രാക്ട് സ്റ്റേറ്റിൽ നമുക്ക് കാണാനോ രുചിച്ചു നോക്കുവാനോ മണത്ത് നോക്കുവാനോ ഒന്നും സാധ്യമല്ല. അതുപോലെ കരുണ അല്ലെങ്കിൽ സത്യം. എന്തുകൊണ്ടാണ് ഈ ഭൗതികമായ സംസ്കാരം തഴച്ചു വളർന്ന യുഗത്തിൽ സത്യത്തെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും കരുണയെപ്പറ്റിയും ഒക്കെ മനുഷ്യർക്ക്
ഒരു മടുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാതെയും അവയെ ഭൗതികമായ കഴിവുകൾ കൊണ്ട് മാത്രം വേണ്ടതുപോലെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെയും ഇരിക്കുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. ഞാൻ 1-2 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വളരെ പ്രഗത്ഭരായ ഇപ്പോൾ സാമൂഹ്യ സേവനം, സോഷ്യൽ ആക്ഷൻ, അതിൽ പ്രവർത്തിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള കത്തോലിക്ക അച്ഛന്മാരും കന്യാസ്ത്രീകളും പങ്കെടുന്ന ഒരു സെമിനാറിൽ പ്രസംഗിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ അവരെന്നെ വിളിച്ചു. കാരണം ഇത് സംഘടിപ്പിച്ച ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ക്ഷണം വന്നത്. ഞാൻ അല്പം ആശങ്കയോടുകൂടെ ആണെങ്കിലും അവിടെ ചെന്നു. ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിച്ച കൂട്ടത്തിൽ സത്യത്തെപ്പറ്റി ഏതോ ഒരു പരാമർശം നടത്തിയത് അതിൽ പങ്കെടുത്ത വളരെ കഴിവ് കൂടിയ ഒരു പുരോഹിതന് നന്നേ ചൊടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ സത്യം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പഴഞ്ചൻ ചിന്തകളാണ്. ആധുനിക ചിന്തയിൽ സത്യം എന്ന് പറയുന്നൊരു കാര്യമില്ല. ആകെപ്പാടെയുള്ളത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ എല്ലാവർക്കും ഒന്നുപോലെ ബാധകമാകുന്ന സത്യമുണ്ടെന്ന്. അങ്ങനെ സത്യമൊന്നുമില്ല. എനിക്കൊരഭിപ്രായം, നിങ്ങൾക്കൊരഭിപ്രായം, വേറൊരാൾക്ക് മൂന്നാമതൊരഭിപ്രായം. ഈ ലോകത്തിൽ എത്രയോ വ്യക്തികളുണ്ട്, 8.1 ബില്യൺ ആളുകളുണ്ട്, അത്രയും അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളുടെ ഒരു വലിയ സുനാമി അല്ലാതെ സത്യമെന്ന് പറയുന്നൊരു കാര്യമേ ലോകത്തിലില്ല എന്ന് അദ്ദേഹം വളരെ കട്ടായം നിർബന്ധപൂർവം അന്ന് കൊട്ടിഘോഷിച്ചതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ആധുനിക യുഗത്തിൻ്റെ പ്രമാണം ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് ഈ പറഞ്ഞ അച്ഛനും അറിഞ്ഞുകൂടാ. ഭൗതികമായ കാര്യങ്ങളെ മാത്രം യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് അതിനെ ആസ്പദമാക്കി മാത്രം ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പോലും അഭവമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുവാനോ അതിൽ പ്രത്യാശ വയ്ക്കുവാനോ സാധ്യമല്ല എന്നത് സാമാന്യ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് പറയുന്നത്. അത് ലോകത്തിലുള്ള ചുമതലകൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന അർത്ഥത്തിലേ അല്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം നടിക്കുമ്പോൾ, ശഠിക്കുമ്പോൾ, ഭൗതികമായ ലോകം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം ശഠിക്കുമ്പോൾ, അഭവമായ ഒന്നും തന്നെ യാഥാർത്ഥ്യമല്ല, അതുകൊണ്ട് അവയൊക്കെ അവഗണിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള ചിന്ത വളരെ ആഴത്തിൽ വേര് ഓടിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അതിൻ്റെ വേരോട്ടം ഉണ്ടാകുവാൻ സാധ്യമുണ്ട് എന്നതാണ് ഇതിനകത്തെ അർത്ഥം. പക്ഷെ അവിടെയും അത് തെറ്റിദ്ധരിച്ച് ലോകത്തിലെ ഒരു ചുമതലയും ഏറ്റെടുക്കാതിരിക്കുന്നവനാണ് കൂടുതൽ ഭക്തിയുള്ളവൻ എന്ന, വലിയ വിശ്വാസി എന്ന ഒരു വലിയ തെറ്റിദ്ധാരണ, വലിയ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട് എന്ന് പറയാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതായത് കാണാത്ത കാര്യങ്ങളെ പറ്റിയാണ് നാം ആശിക്കേണ്ടത്. കാണാവുന്നതും ഈ ലോകത്തിൻ്റെ ഭൗതികമായ സാധ്യതകളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതുമായ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സാധ്യതകളായി മാത്രം നിൽക്കുന്ന കാര്യങ്ങളെ ആഗ്രഹിക്കുക. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സംഭാവനകൾ, ഈ ലോകത്തിൻ്റെ നല്ലത് എന്ന് നാം കാണുന്ന, നിഗമിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്യാർത്തിയോടെ അതെനിക്ക് പ്രാപിക്കണം, ഏത് വിധത്തിലും എനിക്ക് കിട്ടണം, അർഹിക്കാത്താണെങ്കിലും കിട്ടണം, വലിയ തോതിൽ കിട്ടണം എന്ന അത്യാർത്തി കൊണ്ട് അവിടെയും ഇവിടെയും ദേവദാസന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന നേതാക്കന്മാരുടെ, അഭിനയക്കാരുടെ പുറകെ പോകുന്നത് വിശ്വാസമല്ല. അത് വിശ്വാസരാഹിത്യത്തെ മാത്രം വെളിപ്പെടുത്തുന്നു. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ നാടകക്കാരുടെ പുറകെ പോകുന്നത്. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഏക ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ, ഭൗതികമായ നന്മകൾ നമുക്ക് വിലയില്ലാതെ വിതരണം ചെയ്യുന്ന ഔട്ട്ലെറ്റാണ് എന്ന് നാം വിചാരിക്കും. ഇത് വിശ്വാസരാഹിത്യത്തെ മാത്രം സൂചിപ്പിക്കുന്നു. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വിശ്വാസത്തെ പറ്റിയുള്ള നമ്മുടെ ഇടയിലുള്ള ധാരണ
ഈ വിശ്വാസം എന്ന് പറയുന്ന മന്ത്രം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഭൗതികമായ എല്ലാ അനുഗ്രഹവും നമ്മുടെ മടിയിൽ താനേ വന്ന് വീഴുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വികൃതമായ ആവിഷ്കാരമാണ് കൃപാസനത്തിൽ സാക്ഷി പറയുന്ന ഒരുത്തൻ ഞാൻ ഒന്നും പഠിക്കാതെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പുസ്തകം തുറന്നു നോക്കാതെ പോയി എഴുതി. മാതാവ് പറഞ്ഞ് എഴുതിക്കോടാ മോനെ, എഴുതിക്കോടാ മോനെ, എനിക്ക് എഴുതാൻ ഒരു ധൈര്യമില്ലാതെ മാതാവ് പറഞ്ഞ് എഴുതിക്കോടാ മോനെ എന്ന് പറഞ്ഞ് ഞാൻ വലിയ വിജയം കൈവരിച്ചു എന്ന് പറയണമെങ്കിൽ അതവൻ്റെ വിശ്വാസം കൊണ്ടാണോ, അവൻ്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ? അവൻ്റെ വിശ്വാസവും അവൻ്റെ കീശ്വാസവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കുക. നാം ഇത്രമാത്രം ആത്മീയമായ ആശയങ്ങളെ അധപ്പതിപ്പിച്ച് കളഞ്ഞു, വികൃതമാക്കി കളഞ്ഞു. ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നാം ആശിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? കാണാത്ത കാര്യങ്ങൾ, ഈ ലോകത്തിന് നമുക്ക് നൽകുവാൻ കഴിയാത്ത കാര്യങ്ങൾ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ പ്രാപിക്കാൻ നാം നമ്മെ അധ്വാനിക്കണം. ലോകത്തിൻ്റെ നന്മ പ്രാപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ കുബേരനാകുന്നുവെങ്കിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ വലിയ പ്രശസ്തി പ്രാപിക്കുന്നുവെങ്കിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളെ 1000 പേർ മാനിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ അതിൽ നിങ്ങളുടെ വിശ്വാസമോ പ്രത്യാശയോ അർപ്പിക്കരുത്. അതല്ല വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, വിശ്വാസത്തിൻ്റെ ലക്ഷ്യം, വിശ്വാസത്തിൻ്റെ അനുഗ്രഹം എന്ന് തിരിച്ചറിയുക. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആരും കണ്ടിട്ടില്ലാത്ത. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ മെസപ്പൊട്ടേമിയയിൽ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് വസിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ പേര് അബ്രാം എന്നായിരുന്നു. അവനെ വിളിച്ചിട്ട് യഹോവ അവനോട് പറയുന്നത്, ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് നീ പോകണം. നിനക്ക് വേണ്ടി ഞാൻ കണ്ടിരിക്കുന്നത്, നീ പോലും കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് നീ പോകണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നാം കണ്ടിട്ടില്ലാത്ത, ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുള്ള, പക്ഷെ അങ്ങനെ അഭൗമമായൊരു സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകളാണ് ഇന്ന് വിശ്വാസികൾ എന്ന പേരെടുത്തുകൊണ്ട് അവിടെയും ഇവിടെയും ഈ കമ്മട്ടത്തിന് പുറകെ പോകുന്നത്, ആൾദൈവങ്ങളുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്നത്, ഇല്ലാത്ത പണം അവർക്ക് ഉലുക്കി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തെ ഏറ്റവും അധികം വികൃതമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വസിക്കുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി അല്പമെങ്കിലും വ്യക്തത പ്രാപിക്കത്തക്കവണ്ണം ചില വാക്കുകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഭ്രാന്ത് പിടിച്ച് സ്ഥിതി ചെയ്യുന്നത് വിശ്വാസമല്ല, അവിശ്വാസത്തിൻ്റെ ആ ഏറ്റവും ഭീകരമായ മുഖമാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകൾ വഞ്ചിക്കപ്പെടുകയും കാട്ടുകള്ളന്മാർ ദേവദാസന്മാരായി നമ്മുടെ ഇടയിൽ പന പോലെ തഴച്ചു വളരുകയും ചെയ്യുന്നത് എന്ന് ഏവരും തിരിച്ചറിയണമെന്ന് ദൈവനാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധയോടെ കേട്ട ആശയങ്ങൾ പരിഗണിച്ച ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു.